പൊതുവെ തീരപ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ വലിയൊരു ആശങ്ക ഉള്ളൊരു സമയമാണ്. കാരണം എണ്ണപ്പാടയോ മറ്റോ എന്തെങ്കിലുമൊക്കെ വന്നാൽ കൂടി അതിൽ തുടരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. അപ്പോൾ ആലപ്പുഴയിലെ തീരദേശവാസികളുടെ ഒരു ആശങ്ക എങ്ങനെയാണ്, അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഷിനോജ്? ജയലക്ഷ്മി, വലിയ രീതിയിലുള്ള ആശങ്കയും ജാഗ്രതയും ഒക്കെ തന്നെ ആലപ്പുഴയുടെ തീരപ്രദേശമാകെ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ഇത്തരത്തിലൊരു വാർത്ത ആദ്യം പുറത്ത് വന്ന സമയത്ത് തന്നെ അവരോട് കൃത്യമായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ എണ്ണപ്പാടയോ എന്തെങ്കിലും കണ്ടെയ്നറുകളോ തീരത്തോ അല്ലെങ്കിൽ കടലിലോ കണ്ടാൽ അതിൽ തുടരുത്, അത്തരം സാധനങ്ങൾ തുറന്നു നോക്കരുത് തുടങ്ങി ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മത്സ്യബന്ധനത്തിനായിരിക്കുന്ന തൊഴിലാളികളോടൊക്കെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വയർലെസ് സംവിധാനം ഉപയോഗിച്ചാണ് അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയത്. എന്തായാലും അവരെ സംബന്ധിച്ചൊക്കെ ഇതൊരു ആദ്യത്തെ അനുഭവമാണ്. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള നിർദ്ദേശമോ വയർലെസ് സംവിധാനങ്ങളോ ഒന്നും ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള നിർദ്ദേശമോ തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അവർ പറയുന്നുണ്ട്. കാരണം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തിൻ്റെ ഗ്രാവിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അവർ സംശയങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ ആലപ്പുഴ ബീച്ചാണ് ഇവിടെ നടക്കാനെത്തിയ ഒരു ചടങ്ങ് കൂടി നമുക്ക് ചേരുന്നുണ്ട്. ഈ കണ്ടെയ്നർ വെള്ളത്തിൽ മറിഞ്ഞ സംഭവത്തിൽ ഒരു സ്വാഭാവികമായ ആശങ്കയൊക്കെ ഉണ്ടല്ലേ? ശരിക്കും ആശങ്കയുണ്ട്. എല്ലാവരും അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ട് നിൽക്കുന്നത് തീരത്തന്നെ രാവിലെ തൊട്ട്. അതിനെപ്പറ്റി രാവിലെ ഇന്നലെ തൊട്ട് ടി വിയിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആശങ്ക ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇന്നലെയൊക്കെ നടക്കാൻ ഇറങ്ങിയതാണോ? അപ്പോൾ ഈ സമയത്ത് ഇത്തരം കാറ്റും മഴ ഉണ്ടായിരുന്നു? ഇത്ര കടല്ലേ ഉണ്ടായിരുന്നു. ഇപ്പം നല്ല കാറ്റും മഴയാണ്. ഈ ആലപ്പുഴ സംബന്ധിച്ച് ഇന്നലെയൊക്കെ തന്നെ നല്ല രീതിയിൽ കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിനായി വലിയ ബോട്ടിലുള്ള ആളുകൾ മാത്രമാണ് നിലവിൽ കടലിലുള്ളത്. ബാക്കിയുള്ളവരൊക്കെ തന്നെ പണിക്ക് പോയിട്ടില്ല. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം ഇത്തരത്തിൽ ഒരു കപ്പൽ മറിഞ്ഞ സാഹചര്യത്തിൽ ലോ സൾഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടലിലേക്ക് മറിയാനുള്ള സാഹചര്യത്തിൽ അത്തരത്തിൽ മറ്റുള്ളവർ എല്ലാം കരയ്ക്ക് തന്നെ ഉള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക തീരത്തുണ്ട്. എന്ത് തന്നെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സംഭവം നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടെയ്നറുകൾ തീരത്തോ കടലിലോ കണ്ടു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെയോ 112 എന്ന ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ചറിയിക്കാനുള്ള സൗകര്യമൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനോടൊക്കെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്. ശരി ഷിനോജ്, എന്തായാലും തീരപ്രദേശത്തുള്ള ആളുകളൊക്കെ വലിയ ആശങ്കയിൽ തന്നെയാണ്.